15,000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന 10 പ്രധാനപ്പെട്ട 5G സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. 10ാമത്തെ ഫോണാണ് പോക്കോ M6 5G എന്ന ഫോൺ. ഡൈമെൻസിറ്റി 6100 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഇതിന് വരുന്നുണ്ട്. 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി. 50 മെഗാപിക്സലാണ് ഇതിന്റെ മെയിൻ ക്യാമറ. 4GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമുള്ള മോഡൽ നമുക്ക് 10,500 രൂപയിൽ താഴെ നമുക്ക് വാങ്ങാവുന്നതാണ്. അടുത്ത ഫോണാണ് സാംസങ് ഗാലക്സി M14 5G എന്ന ഫോൺ. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് Exynos 1330 ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 13 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് ഇതിന് വരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഇത് നമുക്ക് 13,000 രൂപയിൽ താഴെ വാങ്ങാവുന്നതാണ്. അടുത്ത ഫോണാണ് വിവോ T2X 5G എന്ന ഫോൺ. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് ഡൈമെൻസിറ്റി 620 ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. 6.58ന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് ഇതിന് വരുന്നത്. 6GB റാമും 128GB സ്റ്റോറേജും വരുന്ന മോഡൽ നമുക്ക് 12,000 രൂപക്ക് വാങ്ങാവുന്നതാണ്. അടുത്ത 7ാമത്തെ ഫോണാണ് റെഡ്മി 12 5G എന്ന ഫോൺ. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 4 ജനറേഷൻ 2 ആണ്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിൻ്റേത് 6.79ന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 5000 mAhന്റെ ബാറ്ററിയും 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും വരുന്ന ഇത് നമുക്ക് 13,500 രൂപ മുതൽ വാങ്ങാവുന്നതാണ്. അടുത്ത ഫോണാണ് മോട്ടോ G54 5G എന്ന ഫോൺ. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് ഡൈമെൻസിറ്റി 7020 ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്ന ഇതിന് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. 33 വാട്ട്സിന്റെ ചാർജർ ഇതിനോടൊപ്പം വരുന്നുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് വരുന്ന 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 14,000 രൂപയിൽ താഴെ നമുക്ക് ഇത് ഓൺലൈനിൽ വാങ്ങാവുന്നതാണ്. അടുത്ത ഫോണാണ് റിയൽമി നർസോ 60X 5G എന്ന ഫോൺ. മീഡിയാടെക്കിന്റെ പ്രൊസസ്സറാണ് ഇതിന് വരുന്നത്. ആൻഡ്രോയിഡ് Q13ലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 50 മെഗാപിക്സലാണ് ഇതിന്റെ മെയിൻ ക്യാമറ. 5000 mAhന്റെ ബാറ്ററിയാണ് ഇതിന് വരുന്നത്. 33 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ഫെസിലിറ്റി ഇതിനുണ്ട്. ഇതിന്റെ വില വരുന്നത് 13,000 രൂപയിൽ താഴെയാണ്. അടുത്തതായി വരുന്ന ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 30 5G എന്ന ഫോൺ. ഡൈമെൻസിറ്റി 6080 ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിന് വരുന്നത്. 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിനുണ്ട്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഇത് നമുക്ക് 14,500 രൂപക്ക് ഓൺലൈനിൽ വാങ്ങാവുന്നതാണ്. അടുത്തതായി വരുന്ന ഫോണാണ് റിയൽമി 11X 5G എന്ന ഫോൺ. ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് ഡൈമെൻസിറ്റി 6100 ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിനുണ്ട്. 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഇത് നമുക്ക് 15,000 രൂപയിൽ താഴെ വാങ്ങാവുന്നതാണ്. അടുത്തതായി വരുന്ന ഫോണാണ് ടെക്നോ പോവ 5 Pro 5G എന്ന ഫോൺ. മീഡിയാടെക് ഡൈമെൻസിറ്റി 6080 ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിന് വരുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിനുണ്ട്. 6.78 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 5000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 15,000 രൂപ റേഞ്ചിൽ ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. അടുത്തതായി വരുന്ന ഫോണാണ് iQOO Z7S 5G എന്ന ഫോൺ. സ്നാപ്ഡ്രാഗൺ 695 ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിന് വരുന്നത്. ഇതിന്റെ മെയിൻ ക്യാമറ വരുന്നത് 64 മെഗാപിക്സലാണ്. 6.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 4500 mAh ആണ്. ഓഫർ സമയത്ത് 15,000 രൂപ റേഞ്ചിൽ ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.